ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള നദികളിൽ ചാലിയാർ നദിയെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണിന്ന്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏതാണ്? ചാലിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്ന്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. ചാലിയാർ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ചാലിയാർ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ബേപ്പൂർ പുഴ, കല്ലാഴിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ. ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. ചൂലിക നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ. ചൂലിക നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ. കേരളത്തിലെ അവസാനത്തെ അല്ലെങ്കിൽ 18ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ അവസാനത്തെ 18ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ചാലിയാർ. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ചാലിയാർ. ചിലയിടങ്ങളിൽ ചാലിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏത്? ചാലിയാർ. ചിലയിടങ്ങളിൽ ചാലിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏത്? ചാലിയാർ. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറോക്ക് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചാലിയാർ. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറോക്ക് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. ലോകപ്രസിദ്ധമായ നിലമ്പൂർ തേക്ക് കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. ലോകപ്രസിദ്ധമായ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചാലിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതെല്ലാമാണ്? നിലമ്പൂര്, എടവണ്ണ, ഫറോക്ക്. ചാലിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് നിലമ്പൂർ, എടവണ്ണ, ഫറോക്ക്. ചാലിയാർ നദിയിൽ വച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളി ഏതാണ്? കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി. ചാലിയാർ നദിയിൽ വെച്ച് നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി. ജലവായു മലിനീകരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആദ്യ പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭം. ജലവായു മലിനീകരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചരിത്ര പ്രസിദ്ധമായ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? KA റഹ്മാൻ. ചരിത്ര പ്രസിദ്ധമായ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KA റഹ്മാൻ. ചാലിയാർ മലിനീകരണത്തിന് പ്രധാന കാരണമായ ഫാക്ടറി ഏതായിരുന്നു? മാവൂർ ഗ്വാളിയോർ റയോൺസ്. ചാലിയാർ മലിനീകരണത്തിന് പ്രധാന കാരണമായ ഫാക്ടറിയാണ് മാവൂർ ഗ്വാളിയോർ റയോൺസ്. ബ്രിട്ടീഷുകാർ തേക്ക് കടത്താനായി ഉപയോഗിച്ച നദി ഏതാണ്? നിലമ്പൂർ ടു കോഴിക്കോട്. ചാലിയാറാണ്. ബ്രിട്ടീഷുകാര് നിലമ്പൂർ മുതൽ കോഴിക്കോട് വരെ തേക്ക് കടത്താനായി ഉപയോഗിച്ച നദിയാണ് ചാലിയാർ. ആഢ്യൻപാറ വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാലിയാർ. ആഢ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലിയാർ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിലാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് എവിടെയാണ്? തുഷാരഗിരി, ചാലിയാർ പുഴയിൽ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് ചാലിയാറിലെ തുഷാരഗിരിയിലാണ്. ചാലിയാറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ്. ആകെ നീളം വരുന്നത് 169 കിലോമീറ്റർ ആണ്. ചാലിയാറിന്റെ ആകെ നീളം വരുന്നത് 169 കിലോമീറ്റർ ആണ്. ചാലിയാറിന്റെ പ്രധാന പോഷക നദികളാണ് കരിമ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിയാർ. ചാലിയാറിന്റെ പ്രധാന പോഷക നദികളാണ് കരിമ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിയാർ.
ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പുഴ മോക്ക് ടെസ്റ്റ്. ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ OMR ഷീറ്റോ എടുക്കുക. ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ഏതാണ്? ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചാലിയാർ നദി പതിക്കുന്നത് എവിടെയാണ്? ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചൂലിക നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ അവസാനത്തെ, അതായത് 18ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉരുൾപൊട്ടലിൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ചിലയിടങ്ങളിൽ ചാലിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏത്? ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറോക്ക് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? ലോകപ്രസിദ്ധമായ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതെല്ലാമാണ്? ചാലിയാർ നദിയിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളി ഏതാണ്? ജലവായു മലിനീകരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആദ്യ പ്രക്ഷോഭം ഏതാണ്? ചരിത്ര പ്രസിദ്ധമായ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ചാലിയാർ മലിനീകരണത്തിന് പ്രധാന കാരണമായ ഫാക്ടറി ഏതായിരുന്നു? ബ്രിട്ടീഷുകാർ നിലമ്പൂർ മുതൽ കോഴിക്കോട് വരെ തേക്ക് കടത്താനായി ഉപയോഗിച്ച നദി ഏതാണ്? ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ചാലിയാർ മോക്ക് ടെസ്റ്റിന്റെ ആൻസർ കീ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ഏതാണ്? ചാലിയാർ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്ന്. ചാലിയാർ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ബേപ്പൂർ പുഴ, കല്ലാഴിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ. ചൂലിക നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ. കേരളത്തിലെ അവസാനത്തെ, അതായത് 18ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ചാലിയാർ. ചിലയിടങ്ങളിൽ ചാലിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏത്? ചാലിയാർ. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറോക്ക് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? ചാലിയാർ. ലോകപ്രസിദ്ധമായ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. ചാലിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതെല്ലാമാണ്? നിലമ്പൂര്, എടവണ്ണ, ഫറോക്ക്. ചാലിയാർ നദിയിൽ വെച്ച് നടക്കുന്ന പ്രധാന വള്ളംകളി ഏതാണ്? കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി. ജലവായു മലിനീകരണത്തിനെതിരെയുള്ള കേരളത്തിലെ ആദ്യ പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭം.
ചരിത്രപ്രസിദ്ധമായ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കെ.എ. റഹ്മാൻ. ചാലിയാർ മലിനീകരണത്തിന് പ്രധാന കാരണമായ ഫാക്ടറി ഏതായിരുന്നു? മാവൂർ ഗ്വാളിയോർ റയോൺസ്. ബ്രിട്ടീഷുകാർ നിലമ്പൂർ മുതൽ കോഴിക്കോട് വരെ തേക്ക് കടത്താനായിട്ട് ഉപയോഗിച്ച നദി ഏതാണ്? ചാലിയാർ. ആഢ്യൻപാറ വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാലിയാർ നദിയിൽ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലിയാറിൽ. സൗത്ത് ഇന്ത്യയിലെ ആദ്യമായി അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ചാലിയാർ പുഴ, തുഷാരഗിരി. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്